എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഞാൻ ആ ചടങ്ങ് നിർവഹിക്കുകയാണ്. അതെന്റെ ഒരു അവകാശം. ജാസ്മിന് ഓരോ ദിവസവും ഇതിനെ പറ്റിയുള്ള പല ആളുകളുടെ വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഞാൻ ആരാണെന്ന് ശരിക്കും അറിയത്തില്ല. ശരിക്കും ആരാ നിങ്ങൾ? അതല്ലേ പറഞ്ഞ അറിയത്തില്ല. നമ്മൾ ഞെട്ടിപ്പോയി. ഞാൻ ഇത്ര നാൾ കരുതിയിരുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് മാത്രമാണ് ഈ രീതിയിലുള്ള പെരുമാറ്റം എന്നാണ്. പക്ഷേ അങ്ങനല്ല. സ്വന്തം കുടുംബത്തിനകത്തും സ്വന്തം കസിൻ സിസ്റ്ററിന്റെ അടുത്ത് വരെ ഇവൻ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവൻ പല പെൺകുട്ടികളുടെ അടുത്ത് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ള കാര്യം അവർ ഓരോരുത്തരായിട്ട് വന്ന് ഫസ്മിനെ എടുത്ത് പറഞ്ഞു തുടങ്ങി. അവനെ പറ്റി എക്സ്പോസ് ചെയ്യുന്ന തരത്തിൽ വീഡിയോ ചെയ്തു തുടങ്ങി. അത് ശരി, ഇതാണല്ലേ നിന്റെ കയ്യിലിരിപ്പ്. നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സ്വന്തം കസിൻ സിസ്റ്ററും ഫസ്മിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ പെൺകുട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഇവനിൽ നിന്ന് ഇവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. ചെറുപ്പം തൊട്ടേ നിന്നെ കാണുമ്പോൾ എനിക്ക് ക്രഷ് അടിച്ചായിരുന്നു. നിന്നെ എനിക്ക് സിസ്റ്ററായിട്ട് കാണാനല്ല ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് മനസ്സിലായി. എന്നോട് കുറെ ചോദിച്ചു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്വന്തം ബ്രദറിനെ പോലെയല്ലേ കണ്ടേ? പിന്നെ അവൻ എന്നോട് അന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞതല്ല, ഉപ്പാനോട് പറയല്ലേ, ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് മൂഡായി പറഞ്ഞതാണെന്ന്. സിസ്റ്ററിന്റെ അടുത്താണ് ഈ തവണ കാണിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ ഇവനെ വീട്ടിലെന്നല്ല ആ പഞ്ചായത്തിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ല. ഇവനെ ചേട്ടൻ ഇത്രയും ചീപ്പാന്ന് ഞാൻ കരുതിയില്ല. അയ്യേ, സോറി ഒക്കെ പറഞ്ഞു വന്നു. സോറി പറഞ്ഞു കഴിഞ്ഞിട്ട്, ഇതാണ് മെയിൻ പോയിന്റ്, സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ കളിക്കാൻ ഭയങ്കര ബൂതിയാണെന്ന്. പൂതി. എന്റെ കർത്താവേ, എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് തന്നെ പറ്റിയേ? അതായത് നീ നിന്റെ സ്വന്തം കസിൻ സിസ്റ്ററിനോട് നീ പറയുകയാണ് നിനക്ക് അവളെ കളിക്കാൻ ഭയങ്കര ബൂതിയാണ്. നീ ഞരമ്പുമല്ലോ ഞരമ്പ്. എല്ലാരോടും ഇങ്ങനെ തന്നെയാണ്. അത് ഇവൻ പെണ്ണുങ്ങളെ കാണാതാണ് ഇത്രയും കാലം ജീവിച്ചത്. മറ്റേ വൈശാലി സിനിമയിലെ ദൃശ്യശങ്കരനെ പോലെ നമ്മുടെ സ്നേഹം ഒരാൾക്ക് മാത്രമായിട്ട് കൊടുത്താൽ എങ്ങനെയാ ശരിയാവുക? അത് കുറച്ച് സ്നേഹയ്ക്കും കുറച്ച് സാറയ്ക്കും കുറച്ച് മഞ്ജുവിനും മിച്ചം വരുന്നത് പിന്നെ ജാസ്മിനെ അവളുടെ കൂട്ടുകാരിക്ക് കൊടുക്കും. ഈ കളിക്കാനുള്ള ബൂതി ഇത്രയും വൃത്തികെട്ട മൈൻഡ് വെച്ചിട്ടാണ് നീ നിന്നത്. വെറും നാറി എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.